മഴയത്ത് എൻ്റെ വീട് ഒലിച്ചുപോയി. ഞാൻ കൊല്ലത്ത് ഭഗവതിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് മയിര്. അതിനിടയിലാണ് ഒരു ഊമ്പിയ മഴ. എന്താ പറയാനുള്ളത്? ഓ, എന്ത് പറയാനാ, എത്തിയതേ ഉള്ളൂ. ഇനി പോയിട്ട് നല്ലൊരു ചിക്കൻ മന്തി കഴിക്കണം. ഗായ്സ്, ഓടി ഓടി ഞാൻ കേരളത്തിലെത്തി. ഇവിടെ നല്ല മഴയാണ്. കൊട എടുക്കാൻ മറന്നുകൊണ്ട് മുഴുവൻ നനഞ്ഞു. ഞാൻ മൂഞ്ചി. എടാ ചെലന്തിക്കുട്ടാ, ഇടയ്ക്കിടെ ഒന്ന് കുളിച്ചൂടേടാ. അമ്മച്ചി ഒന്ന് നിർത്തേ, എന്റെ ദേഹത്തെ പശ പോകും. ഇവിടെ വന്നപ്പോ കിട്ടിയതാണ് ഈ കറുപ്പും വെളുപ്പമുള്ള താറാവിനെ. വീട്ടിൽ കൊണ്ടുപോയി നല്ല അപ്പവും ദോശയും കൊടുത്ത് വളർത്താം. എല്ലാവരുടെ ഉള്ളിലും ഒരു ചെറിയ കൊച്ചുണ്ട്. എത്ര മാസമായി? ഈ ചെലന്തി കടിച്ചാൽ ഞാൻ സ്പൈഡർമാൻ ആകുമോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഓരോ മലവാണങ്ങൾ. നിങ്ങൾക്ക് മാത്രമേ സൂപ്പർമാന്റെ ഡ്രസ് ഇട്ടിടുന്നാണോ? അപ്പൊ സൂപ്പർ ഗ്രാനിയുടെ വസ്ത്രത്തിന് എന്നാ കുഴപ്പം? ഹായ് ഗായ്സ്, ഞാനൊരു ഡ്രോൺ വാങ്ങി. ഈ ബ്ലോക്കും കുഴികളും കടന്നു പോകാൻ ഇതിലും എളുപ്പമുള്ള വഴിയില്ല. ഡോക്ടർ എവിടെ? എനിക്ക് ഈ മിഡിൽ ക്ലാസ് ഫാമിലി വേണ്ട, എനിക്ക് റിട്ടേൺ വിസ വേണം. നീ അകെ പായൽ പിടിച്ചു പോയില്ല, അമ്മാമ്മ ശരിയാക്കി തരാം. അല്ലേ, ഇത് എന്റെ കളറാണ്. നിങ്ങൾ എന്നെ കൊല്ല്, കുറച്ച് ഉജാല കൂടി ഇടും മോനെ. നിന്റെ വിഷമം അമ്മച്ചിക്ക് മനസ്സിലാവൂടാ. ഇത് അപ്പച്ചൻ പോകുമ്പോ ബാക്കി വെച്ചതാ, ഇനി നിനക്കുള്ളതാ. അമ്മച്ചി, അപ്പച്ചൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ക്രോസ് ബ്രീഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ മുട്ടയിടുന്ന കാളയെ ഉണ്ടാക്കിയിരിക്കുകയാണ് കുണ്ടന്നൂരുള്ള രാജേഷ്. അമ്മേ, ഇറച്ചിക്കറി റെഡിയായോ അമ്മേ? ആയിട്ടില്ല മോനെ, അത് വേവട്ടെ. പിള്ളേർ സ്റ്റാഫ് റൂം കത്തിക്കാൻ പറഞ്ഞു. ഞാൻ സ്കൂളിൽ തന്നെ കത്തിച്ചിട്ടുണ്ട്. എന്തായാലും കണക്ക് മാഷിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കണക്ക് പരീക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇവൻ സ്കൂള് കത്തിച്ചു. കൊല്ല പരീക്ഷ ഒഴിവാക്കാൻ ഇവൻ ഈ നാട് കത്തിക്കോ?